നല്ല മഴയത്ത് വള്ളുവനാടൻ വഴികളിലൂടെ ഒരു യാത്ര. ഈ ഒരു ആഗ്രഹത്തിന്മേലാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചത്. പക്ഷെ മഴ പെയ്തില്ല എന്ന് മാത്രമല്ല, നല്ല വെയിലുമായിരുന്നു. എന്നാലും യാത്ര ക്യാൻസൽ ചെയ്യാനൊന്നും പോയില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിക്കൊക്കെ ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ 1-2 അമ്പലങ്ങൾ പ്ലാനിലുണ്ടായിരുന്നു. നട അടയ്ക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് ഈ മുത്തശ്ശിയാർകാവിലാണ്, പട്ടാമ്പി കൊടുമുണ്ടയിൽ. മുത്തശ്ശിയാർകാവിൽ പോകാമെന്നുള്ളത് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ. അവിടെ ചെന്നപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറന്ന് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് തൊഴുതു. പായസമൊക്കെ കിട്ടി. ഇതുപോലെ ഈ ഒരു ആംബിയൻസിൽ ഒരുപാട് സ്റ്റെപ്സൊക്കെ ആയിട്ടുള്ള പല അമ്പലങ്ങളും ഈ വള്ളുവനാടൻ ഭാഗത്ത് കണ്ടിട്ടുണ്ട്, പരിയാനം പറ്റിയൊക്കെ പോലെ. അപ്പോൾ അവിടെ മുത്തശ്ശിയാർകാവിൽ നല്ല ഭംഗിയായിട്ടൊക്കെ തൊഴുതിറങ്ങിയപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് എല്ലാവർക്കും ഒരു തോന്നൽ വന്നപ്പോൾ ഒരുപാട് ഇൻസ്റ്റാ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള കുട്ടേട്ടൻ്റെ ചായക്കട അത് ഈ ഭാഗത്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് പോയി. ചെറിയ ചെറിയ വഴികളിലൂടെ ഒരുപാട് പോകാനുണ്ടായിരുന്നു കേട്ടോ. ആ വഴികളൊക്കെ ചെന്ന് അവസാനിക്കുന്നത് ഈ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഈ റെയിൽവേ ട്രാക്കിനോട് തൊട്ടടുത്തായിട്ട് ഒരു പഴയ ആംബിയൻസിൽ ഒരു ചായക്കട കുട്ടേട്ടനും മോനും കൂടിയാണ് നടത്തുന്നത്. ചായയും കാപ്പിയും ചെറുകടികളൊക്കെ ആയിട്ടുള്ള ബെഞ്ചും ഡെസ്കൊക്കെ ആയിട്ടുള്ള ഒരു പഴയ കട. ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പോയത് മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ്. കൂടല്ലൂർ മുത്തുവിളയംകുന്ന് ശിവക്ഷേത്രം. അവിടെ എത്തിയപ്പോഴും നട അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല പ്രകൃതിരമണീയമായ സ്ഥലമായിരുന്നു. നിളയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള കൈവഴികളൊക്കെ ഞങ്ങളവിടെ കാണുന്നുണ്ടായി. അപ്പോഴേക്കും വയറിൻ്റെ വിളി വന്നു. ഉച്ച സമയമായല്ലോ. അവിടെ കുമ്പിടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ ജഗതിയുടെ കുമ്പിടി അല്ല കേട്ടോ, പാലക്കാടത്തൊരു സ്ഥലമാണ്. അവിടെ നമ്പ്യാസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല വെജിറ്റേറിയൻ ഊണ് കിട്ടുന്ന ഒരു ഹോട്ടൽ. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. പായസം അടക്കമുണ്ടായിരുന്നു. പേര് മറക്കണ്ട, നമ്പ്യാസ് റെസ്റ്റോറൻറ്റ് കുമ്പിടി. ഇവിടെ നിന്ന് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് നട തുറന്നൊന്നും കാണാൻ പറ്റിയില്ല. ഇനിയൊരു ദിവസം വീണ്ടും പോകണം. ഇവിടെ അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് സാൻഡ്വിച്ച് ഐസ്ക്രീം കേക്ക് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, അത് വാങ്ങി തന്നു കുട്ടികൾ. നല്ല സ്വാദുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. അപ്പോൾ എൻ്റെ ഈ ഞങ്ങളുടെ വള്ളുവനാടൻ യാത്ര തീർന്നിട്ടില്ല. ഇനിയുണ്ട് കുറച്ചുകൂടെ കാഴ്ചകൾ കാണിച്ചു തരാനായിട്ട്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ കാണാം. ബൈ.